ടീച്ചർമാരെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. 5 മിനിറ്റിനുള്ളിൽ, വെറും 5 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ഇക്കോസിസ്റ്റം ലെസൺ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണും തുറന്ന് ജിജ്ഞാസയോടെ ഇരിക്കാൻ വേണ്ടി തുടങ്ങി. ഇത് കേൾക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് തോന്നും അതൊക്കെ വെറും സ്വപ്നം മാത്രം, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇക്കോസിസ്റ്റം ലെസൺ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ കുട്ടികൾ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ നമ്മുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നു. അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇക്കോസിസ്റ്റം ലെസൺ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണർ, ദ സ്പേസ് വേർ ടീച്ചേഴ്സ് ഗ്രോ, ഷെയർ ആൻഡ് ഷൈൻ. In today's video, I am going to explain you a fun and interactive way to start your ecosystem lesson, perfect for EVS and science teachers. This technique not only grabs attention but also builds a strong foundation for the topic of interdependence in nature. If you are preparing for a demo class, want to make your lessons more student friendly, or just need fresh ideas, hit that like button, subscribe, and don't forget to comment below with your favorite activity to start a science lesson. ഇക്കോസിസ്റ്റം എന്ന ലെസൺ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് ചോദിച്ചിട്ട് ഒരു ടീച്ചർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ ഇക്കോസിസ്റ്റം എന്ന ലെസൺ എങ്ങനെ തുടങ്ങാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കുട്ടികളോട് ആദ്യം തന്നെ പറയുക, ചിൽഡ്രൻ, ക്ലോസ് യുവർ ഐസ് ഫോർ എ മൊമെന്റ്. Imagine you are walking through a thick forest. You hear birds chirping, leaves rustling, and a small stream bubbling beside you. Suddenly, you spot a butterfly sitting on a flower, and nearby a frog hops into a pond. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കുട്ടികളോട് ഇമാജിൻ ചെയ്യാൻ പറയുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ഒരു സൗണ്ട് നിങ്ങളുടെ മൊബൈലിൽ പ്ലേ ചെയ്യിക്കാം, അല്ലെങ്കിൽ സ്മാർട്ട് ബോർഡിൽ പ്ലേ ചെയ്യിക്കാം. ഓക്കെ ചിൽഡ്രൻ, നൗ ഓപ്പൺ യുവർ ഐസ്. ടെൽ മീ, ഹൂ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് ലിറ്റിൽ സ്റ്റോറി? യെസ്, ബട്ടർഫ്ലൈ, സ്ട്രീം, ഫ്ലവേഴ്സ്, ഫ്രോഗ്, എക്സെട്ര. ബട്ട് ലെറ്റ് മീ ആസ്ക് യു എ സീക്രട്ട് ക്വസ്റ്റ്യൻ. Do you think they all live in independently, or are they connected in same way? ഇവിടെ നിങ്ങൾ കുട്ടികൾക്ക് ആലോചിക്കാൻ ഒരു 10 സെക്കൻഡ് കൊടുക്കണം. അതിനുശേഷം ചിൽഡ്രൻ, ലെറ്റ്സ് ഡു എ ക്വിക്ക് ഗെയിം ടു ഫൈൻഡ് ഔട്ട്. അതിനുശേഷം നിങ്ങൾ ക്ലാസ്സിലെ 7ഓ 8ഓ കുട്ടികളെയോ നിങ്ങളുടെ അടുത്തേക്ക് വിളിക്കുക. എന്നിട്ട് അവരോട് നിങ്ങൾ റൗണ്ട് ഷേപ്പിൽ, സർക്കിൾ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടി പറയുക. എന്നിട്ട് കുട്ടികളോട് പറയുക, each of you going to become a parts of nature. അതിനുശേഷം അതിലൊരു കുട്ടിയോട്, മോനെ നീ സൺ, അതായത് സൂര്യനാണ് എന്ന് വിചാരിക്കാൻ വേണ്ടി പറയണം. വേറൊരു കുട്ടിയോട് പ്ലാന്റ് ആണെന്ന് വിചാരിക്കാൻ വേണ്ടി പറയണം. മറ്റൊരു കുട്ടിയോട് റാബിറ്റ്, വേറൊരു കുട്ടിയോട് ടൈഗർ, വേറൊരു കുട്ടിയോട് സോയിൽ, മറ്റൊരു കുട്ടി വാട്ടർ, വേറൊരു കുട്ടി ഇൻസെക്ട്, മറ്റൊരു കുട്ടി ട്രീ. ഇങ്ങനെ കുട്ടികളോട് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയുക. ഈ സമയത്ത് നിങ്ങൾ ടീച്ചറുടെ കയ്യിൽ കുറച്ച് നീളത്തിലുള്ള ഒരു ചരട്, നൂല് ഉണ്ടായിരിക്കണം. എന്നിട്ട് ഈ ചരട് മൊത്തത്തിൽ സണ്ണിനെ ഏൽപ്പിക്കുക, അതായത് സൂര്യനായിട്ട് നിൽക്കുന്ന കുട്ടിയെ ഏൽപ്പിക്കുക. എന്നിട്ട് അതിന്റെ ഒരറ്റം ഈ സൂര്യനായിട്ടുള്ള കുട്ടി പിടിക്കുക. അതിനുശേഷം ഈ ചരട് പിടിച്ചു നിൽക്കുന്ന കുട്ടി ഉണ്ടല്ലോ, സണ്ണായിട്ട് നിൽക്കുന്ന കുട്ടി ഉണ്ടല്ലോ, തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പ്ലാന്റ് ആയിട്ടുള്ള കുട്ടിയെ ഒന്ന് ചുറ്റി വരിക. എന്നിട്ട് പറയുക, ഐ ഗിവ് എനർജി ടു ദ പ്ലാന്റ്. പിന്നീട് ഈ പ്ലാന്റ് ആയിട്ടുള്ള കുട്ടി ഈ ചരട് പിടിച്ചിട്ട്, അതിന്റെ ഒരു ഭാഗം പിടിച്ചിട്ട് തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന റാബിറ്റ് ആയ കുട്ടിയെ ഒന്ന് ചുറ്റി വരിക. എന്നിട്ട് പറയുക, ഐ ആം ഈറ്റൺ ബൈ ദ റാബിറ്റ്. പിന്നീട് ഈ റാബിറ്റ് ആയ കുട്ടി തന്റെ കയ്യിലുള്ള ചരട് കൊണ്ട് തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആരാ, ടൈഗറിനെ ചുറ്റി വരിഞ്ഞിട്ട് പറയണം, ദ ടൈഗർ ഈറ്റ്സ് മീ. പിന്നീട് ഈ ആക്ടിവിറ്റി ഉണ്ടല്ലോ, ഈ ചെയിൻ ആക്ടിവിറ്റി, സർക്കിൾ ഷേപ്പിലുള്ള ഈ ചെയിൻ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്ത് പോവുക. അതായത് അടുത്തതായിട്ട് വാട്ടർ, സോയിൽ, ഇൻസെക്ട്, ട്രീ, അങ്ങനെ നമ്മൾ കുട്ടികളെ ഓരോ പേര് കൊടുത്ത് നിർത്തിയിട്ടുണ്ടല്ലോ, അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ എല്ലാ കുട്ടികളെയും ഒരു നൂല് കൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ടീച്ചർ പറയണം, ലുക്ക് അറ്റ് അവർ ബ്യൂട്ടിഫുൾ വെബ്. എവറിത്തിങ് ഇൻ നേച്ചർ ഈസ് കണക്റ്റഡ്. ബട്ട് വാട്ട് ഹാപ്പൻ ഇഫ് വി ലോസ് വൺ പാർട്ട്? Let's remove the plant.
അതിനുശേഷം ആ പ്ലാന്റ് ആയ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയോട് ആ സർക്കിളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയുക. അപ്പൊ ഇങ്ങനെ ഒരു സർക്കിളിൽ നിന്ന്, അതായത് നൂല് കൊണ്ട് കെട്ടിയിട്ടുള്ള ആ ഒരു സർക്കിളിൽ നിന്ന് ഒരു കുട്ടി അങ്ങോട്ട് മാറി നിൽക്കുമ്പോ എന്താ സംഭവിക്കുക? അത് ലൂസായിട്ട് ഇങ്ങനെ, അല്ലെ, ആ ചരട് ഇങ്ങനെ ലൂസായി ഇങ്ങനെ തൂങ്ങി നിൽക്കാൻ വേണ്ടി തുടങ്ങും. ഈ സമയത്ത് നിങ്ങൾ കുട്ടികളോട് ചോദിക്കുക, ചിൽഡ്രൻ, വാട്ട് ഹാപ്പൻ ടു അവർ വെബ്? കുട്ടികൾ പറയും, ടീച്ചർ, ദ വെബ് ബ്രേക്സ്. എക്സാക്ട്ലി. സോ വാട്ട് ഡസ് ദാറ്റ് ടെൽ us? Yes, everything is connected. There is a hidden system in nature, and that is our topic today, ecosystem. ഇതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ലെസൺ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലെസൺ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് സോങ് ഉപയോഗിക്കാം, റിഡിൽ ഉപയോഗിക്കാം, അതുപോലെ ഷോർട്ട് സ്റ്റോറി, അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അവസാനം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോംവർക്ക് കൂടി കൊടുക്കാം. If you had to create your own ecosystem, what 5 things would you add and why? അപ്പോ ഇന്നത്തെ ഈ ഇക്കോസിസ്റ്റം എന്ന ലെസൺ തുടങ്ങാനുള്ള ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ വേറെ ഏതെങ്കിലും ലെസൺ തുടങ്ങാനുള്ള ഐഡിയ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.